കൊച്ചി നഗരത്തിലെ ഹൃദയമിടിപ്പ് നിലയ്ക്കാത്ത ഒരു സായാഹ്നമായിരുന്നു അത്. MG റോഡിലെ തിരക്കുകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ആഡംബര ഫ്ലാറ്റിന്റെ 10ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ താഴെ ചുവപ്പും മഞ്ഞയും വെളിച്ചത്തിൽ വിതറിയൊഴുകുന്ന വാഹനങ്ങളുടെ നിര കാണാം. ഡോക്ടർ വീണ ആ കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നെങ്കിലും അവളുടെ മനസ്സ് എവിടെയോ ആയിരുന്നു. ഒരു പ്രശസ്തമായ സർജൻ എന്ന നിലയിൽ വീണയുടെ ജീവിതം ഒരു ക്ലോക്കിന്റെ സൂചിയേക്കാൾ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ തീക്ഷ്ണമായ വെളിച്ചവും ICUയിലെ യന്ത്രങ്ങളുടെ കൃത്യമായ താളവുമാണ് അവളുടെ ലോകത്തെ നിർവചിച്ചിരുന്നത്. വീണയുടെ ഭർത്താവ് ഗൗതം അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ്. നഗരത്തിലെ പല വലിയ കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്തത് അയാളാണ്. എന്നാൽ സ്വന്തം വീടിന്റെ രൂപകൽപ്പനയിൽ അയാൾക്ക് എത്രത്തോളം പങ്കുണ്ടെന്ന് വീണ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. മക്കൾ 14 വയസ്സുകാരി ഗീതുവും 8 വയസ്സുകാരൻ സച്ചിനും ആ വലിയ ഫ്ലാറ്റിന്റെ ചുവരുകൾക്കുള്ളിൽ തങ്ങളുടേതായ ഒരു ലോകത്തായിരുന്നു. വീണയുടെ പകൽ സമയം മുഴുവൻ സ്വന്തം ക്ലിനിക്കിലും രാത്രി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുമായിരുന്നു. വീട് എന്നത് അവൾക്ക് കുളിക്കാനും വസ്ത്രം മാറാനും ഉറങ്ങാനുമുള്ള ഒരിടം മാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു. ഈ വീടിന്റെ യഥാർത്ഥ ശില്പി ജാനകിയായിരുന്നു. പാലക്കാട്ടെ ഏതോ ഉൾഗ്രാമത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിലെത്തിയ ജാനകി വീണയ്ക്കും ഗൗതമിനും വെറും ഒരു വേലക്കാരിയല്ല. വീടിന്റെ ഓരോ കോണും ജാനകിയുടെ വിരലടയങ്ങളാൽ സമ്പന്നമാണ്. വീണയ്ക്കും മക്കൾക്കും എന്തു വേണമെന്ന് ഗൗതമിനേക്കാൾ നന്നായി ജാനകിക്ക് അറിയാമായിരുന്നു. മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാനും ശാസിക്കാനും അവൾക്ക് അധികാരമുണ്ടായിരുന്നു. എന്നാൽ 2 ആഴ്ചയായി ജാനകിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം വീണ ശ്രദ്ധിച്ചു തുടങ്ങി. സാധാരണ വായാടിയായ ജാനകി ഇപ്പോൾ അധികം സംസാരിക്കാറില്ല. വീണയുടെ കണ്ണുകളിൽ നോക്കാൻ അവൾ ഭയപ്പെടുന്നത് പോലെ പലപ്പോഴും വീണയ്ക്ക് തോന്നിയിട്ടുണ്ട്. വീണ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ജാനകി അരികിൽ വന്നു നിൽക്കും. എന്തോ ഗൗരവമായ കാര്യം പറയാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. പക്ഷേ വീണയുടെ അക്ഷമയോ ദേഷ്യമോ കാണുമ്പോൾ അവൾ ആ വാക്കുകൾ വിഴുങ്ങും. ഒരു ശനിയാഴ്ച വൈകുന്നേരം ആകാശം കറുത്തിരുണ്ട് മഴ പെയ്യാൻ തയ്യാറെടുക്കുന്ന നേരം. വീണ സ്റ്റെതസ്കോപ്പ് ബാഗിൽ നിറച്ച് രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ജാനകി ചായക്കപ്പുമായി മുറിയിലേക്ക് വന്നത്. എന്താ ജാനകി, നിനക്കെന്തെങ്കിലും വയ്യായികയുണ്ടോ? വീണ ജാനകിയെ നോക്കി ചോദിച്ചു. ജാനകി ഒന്ന് മടിച്ചു. പിന്നെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, അത് മാഡം, ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ പോകാതിരുന്നൂടെ? ലീവ് എടുക്കാൻ പറ്റില്ലേ? വീണ ഒന്ന് ഞെട്ടി. തന്റെ ജോലിയിൽ ഒരിക്കലും ഇടപെടാത്ത ജാനകി ഇങ്ങനെയൊന്ന് ചോദിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്താ ജാനകി നീ പറയുന്നത്? ഞാനൊരു ഡോക്ടറാണ്. എനിക്ക് ലീവ് എടുക്കാൻ പറ്റുന്ന നേരമാണോ ഇത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ തുടർന്നു, അതിനല്ല മാഡം, രാത്രിയിൽ മോൾക്ക് അമ്മ അടുത്തുണ്ടാകുന്നതാണ് നല്ലത്. ഗീതുമോൾക്ക് അവൾക്ക് അമ്മയെ വേണം. മാഡം പോകരുത്. വീണയുടെ ഉള്ളിൽ ഒരു ദേഷ്യം പതിഞ്ഞു പൊന്തി. എന്റെ കുട്ടികളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം ജാനകി. നീ നിന്റെ ജോലി നോക്കിയാൽ മതി. ഗൗതം വീട്ടിലുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ജാനകി ഒന്നും മിണ്ടിയില്ല. തല താഴ്ത്തി അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്നാൽ വീണയുടെ മനസ്സിൽ ആ വാക്കുകൾ ഒരു മുള്ളു പോലെ തറച്ചു നിന്നു. വെറും ഒരു വേലക്കാരിയായ ജാനകിക്ക് എങ്ങനെയാണ് എന്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇടപെടാൻ ധൈര്യം വന്നത്? അവൾക്ക് പണം കൂടുതൽ വേണമായിരുന്നോ? അതോ ജോലിഭാരം കൂടുന്നുണ്ടോ? അപ്പോഴാണ് വീണയുടെ മനസ്സിൽ ഒരു കോണിൽ സംശയത്തിന്റെ വിശപ്പ് ഉയർന്നത്. കുറച്ചു ദിവസങ്ങളായി ഗൗതം വല്ലാതെ മാറിയിരിക്കുന്നു. 14കാരിയായ മകൾക്ക് തന്റെ സാമീപ്യം വേണമെന്ന് ജാനകിക്ക് തോന്നാൻ എന്ത് കാരണമാണുള്ളത്? ഓരോ ചിന്തകളും വീണയുടെ തലച്ചോറിനെ പിടിച്ചുലച്ചു. നഗരത്തിലെ തിരക്കേറിയ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മുഴുകേണ്ട സർജന്റെ ഉള്ളിൽ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞു. പുറത്തെ മഴ കനത്തു തുടങ്ങിയിരുന്നു. കാറിലിരുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും വീണയുടെ കണ്ണുകൾ CCTV ക്യാമറയുടെ ആപ്പിലേക്ക് നീണ്ടു. പക്ഷേ ലാപ്ടോപ്പിലും ഫോണിലും എല്ലാം നോക്കിയിട്ടും ഒന്നും കണ്ടെത്താൻ അവൾക്കായില്ല. എങ്കിലും ജാനകിയുടെ ആ വാക്കുകൾ, രാത്രിയിൽ അമ്മ കൂടെ വേണം, അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആഡംബരങ്ങളുടെ നടുവിലും തന്റെ വീട് ഒരു തടവറാകുകയാണോ എന്ന് മീര ഭയപ്പെട്ടു. നിഴലുകൾ ചുവരുകളിൽ പടരുന്നത് പോലെ അവൾ പോലും അറിയാത്ത ഏതോ വലിയ രഹസ്യം ആ ഫ്ലാറ്റിനുള്ളിൽ വളരുന്നുണ്ടെന്ന് അവൾക്കുറപ്പായി. ആ സത്യം കണ്ടെത്താതെ ഇനി സമാധാനമായി ഉറങ്ങാൻ തനിക്ക് കഴിയില്ലെന്ന് വീണ മനസ്സിൽ കുറിച്ചു. പണത്തിനും പദവിക്കും അപ്പുറം തന്റെ ചോരയും നീരും നൽകി വളർത്തിയ മക്കൾക്കും ഗൗതമിനും ഇടയിൽ ജാനകി എന്ന മൂന്നാമതൊരാൾ ഒരു മതിൽ തീർക്കുകയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി വീണയുടെ മനസ്സലഞ്ഞു. ജാനകിയുടെ ആ മുന്നറിയിപ്പിന് ശേഷം കടന്നുപോയ ഓരോ നിമിഷവും വീണയുടെ മനസ്സ് ഒരു വലിയ യുദ്ധക്കളമായിരുന്നു. ഹോസ്പിറ്റലിലെ തിരക്കേറിയ വാർഡുകളിലൂടെ നടക്കുമ്പോഴും അതീവ ശ്രദ്ധ വേണ്ട സർജറികൾക്കിടയിലും അവളുടെ മനസ്സിന്റെ ഒരു കോൺ എപ്പോഴും ആ 12ാം നിലയിലെ ഫ്ലാറ്റിന്റെ ചുവരുകൾക്കുള്ളിലായിരുന്നു. സംശയത്തിന്റെ വിത്തുകൾ ഒരിക്കൽ മുളച്ചാൽ അത് എത്ര വേഗമാണ് ഒരു വൻ മരമായി വളരുന്നത് എന്ന് വീണ ഭയത്തോടെ തിരിച്ചറിഞ്ഞു.
പ്രിയപ്പെട്ടവരുടെ ഓരോ ചെറിയ ചലനങ്ങളും വീണയ്ക്ക് ഇപ്പോൾ ദുരൂഹമായി തോന്നി തുടങ്ങിയിരിക്കുന്നു. ഗൗതമിന്റെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങൾ വീണയെ വല്ലാതെ അസ്വസ്ഥയാക്കി. സാധാരണയായി വീട്ടിലെത്തിയാൽ ഓഫീസിലെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന അയാൾ ഇപ്പോൾ മൗനമാണ്. പലപ്പോഴും അയാൾ ഫോണുമായി ബാൽക്കണിയിലേക്ക് പിൻവാങ്ങുന്നത് വീണ ശ്രദ്ധിച്ചു. ആരും അറിയാതെ താഴ്ന്ന സ്വരത്തിൽ അയാൾ ആരോടോ ഗൗരവമായി സംസാരിക്കുന്നു. വീണ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ സംസാരം പെട്ടെന്ന് നിർത്തുകയോ ഫോൺ പോക്കറ്റിലേക്ക് മാറ്റുകയോ ചെയ്യുന്നത് അവളുടെ ഉള്ളിലെ സംശയത്തിന്റെ കനലുകൾക്ക് കാറ്റ് പകർന്നു. ഗൗതമിനെ തനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വിശ്വാസത്തിന്റെ അടിത്തറ ഇളകുന്നത് പോലെ അവൾക്ക് തോന്നി. ജാനകിയുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. വീട്ടുജോലികൾക്കിടയിൽ ജാനകിയും ഫോണിൽ രഹസ്യമായി സംസാരിക്കുന്നത് വീണ നേരിട്ട് കണ്ടു. ഒരിക്കൽ അടുക്കളയുടെ മറവിൽ നിന്ന് ജാനകി പറയുന്നത് വീണ വ്യക്തമായി കേട്ടു. മേഡം ഇപ്പോൾ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വരാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വാക്കുകൾ വീണയുടെ ഹൃദയത്തിൽ ഒരു ഇടുത്തി പോലെയാണ് പതിച്ചത്. ആരെയാണ് ജാനകി വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? തന്റെ അഭാവത്തിൽ ആരൊക്കെയാണ് ഈ വീടിന്റെ പടികൾ കയറുന്നത്? ജാനകിയും ഗൗതമും ചേർന്ന് തന്നെ വഞ്ചിക്കുകയാണോ? അതോ തന്റെ മക്കളെ ഇതിലേക്കൊക്കെ വലിച്ചിഴയ്ക്കുന്നുണ്ടോ? ഈ സംശയങ്ങൾ നേരെ ഒരു നിഴലായി പിന്തുടർന്നു. ജോലിക്കിടയിൽ കിട്ടുന്ന ഓരോ ഇടവേളകളിലും അവൾ ഫോണിലെ CCTV ആപ്പ് തുറന്നു. പക്ഷേ ലിവിംഗ് റൂമിലെയും ഡൈനിങ് ഏരിയയിലും ക്യാമറകളിൽ കാണുന്ന കാഴ്ചകൾ തികച്ചും സാധാരണമായിരുന്നു. കുട്ടികൾ പഠിക്കുന്നു, ജാനകി ജോലി ചെയ്യുന്നു, ഗൗതം ലാപ്ടോപ്പിൽ മുഴുകിയിരിക്കുന്നു. എന്നാൽ ഈ സാധാരണത്വത്തിനു പിന്നിൽ അസാധാരണമായ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വീണയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഒരു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അപ്രതീക്ഷിതമായി ഒരു മീറ്റിംഗ് ക്യാൻസലായതിനാൽ വീണ പതിവിലും നേരത്തെ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അടിക്കാതെ തൻ്റെ കൈവശമുള്ള കീ ഉപയോഗിച്ച് അവൾ സാവധാനം വാതിൽ തുറന്നു. വീടിനുള്ളിൽ ഒരു വല്ലാത്ത നിശബ്ദത പടർന്നു കിടന്നിരുന്നു. അവൾ നേരെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. അവിടെ ആരെയും കണ്ടില്ല. എന്നാൽ ബാൽക്കണിയിൽ നിന്ന് സംസാര ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് ചെന്നു. അവിടെ ഗൗതം അപരിചിതയായ ഒരു സ്ത്രീയുമായി വളരെ ഗൗരവത്തിൽ സംസാരിച്ചു നിൽക്കുകയാണ്. ആ സ്ത്രീയുടെ കൈവശം ഒരു ടാബ്ലറ്റും ചില പേപ്പറുകളും ഉണ്ടായിരുന്നു. വീണയുടെ സാന്നിധ്യം അറിഞ്ഞതും ഗൗതം പെട്ടെന്ന് അസ്വസ്ഥനായി. ഇതാരാണ് ഗൗതം? വീണ കർക്കശമായ സ്വരത്തിൽ ചോദിച്ചു. ഗൗതം ഒന്ന് പരുങ്ങി. ഇത് എൻ്റെ പുതിയൊരു ക്ലയൻ്റാണ് വീണ. ഓഫീസിൽ വെച്ച് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. അയാളുടെ മറുപടിയിൽ വീണയ്ക്ക് ഒട്ടും തൃപ്തി തോന്നിയില്ല. ആ സ്ത്രീയുടെ പെരുമാറ്റത്തിലും ഒരു ക്ലയൻറ്റിനുണ്ടാകേണ്ട സ്വാഭാവികത ഉണ്ടായില്ല. വീണ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ ആ സ്ത്രീ പെട്ടെന്ന് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. ക്ലയൻറ്റിന് എന്താണ് വീട്ടിലേക്ക് വിളിക്കുന്നത്? നിനക്ക് ഓഫീസിൽ വെച്ച് കണ്ടുകൂടായിരുന്നോ? വീണയുടെ ചോദ്യത്തിന് ഗൗതം വ്യക്തമായി മറുപടി നൽകിയില്ല. നീ എന്തിനാ വീണ എല്ലാത്തിനെയും ഇങ്ങനെ സംശയിക്കുന്നത്? എനിക്കെൻ്റെ ജോലിയുടെ ഭാഗമായി പലരെയും കാണേണ്ടി വരും. അയാൾ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് നടന്നു. ഗൗതമിന്റെ ആ ഒഴിഞ്ഞുമാറൽ വീണയെ കൂടുതൽ തളർത്തി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു. മകൾ ഗീതുവിന്റെ പെരുമാറ്റവും വീണയെ നോവിച്ചു. സ്കൂൾ കഴിഞ്ഞു വന്നാൽ ഗീതു വാതിലടച്ചിരിക്കുകയാണ്. മീര സംസാരിക്കാൻ ചെന്നാൽ എനിക്ക് പഠിക്കാനുണ്ട് അമ്മേ എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറും. പണ്ട് അമ്മയോട് ഒട്ടി നടന്നിരുന്ന മകളുടെ കണ്ണുകളിൽ ഇപ്പോൾ വല്ലാത്തൊരു തണുപ്പും അപരിചിതത്വവുമാണ്. അതേസമയം ജാനകിയോട് അവൾക്ക് വല്ലാത്ത ഒരു അടുപ്പമുള്ളതുപോലെ വീണയ്ക്ക് തോന്നി. തന്നെക്കാൾ കൂടുതൽ ജാനകിയെ മക്കൾ ഇഷ്ടപ്പെടുന്നത് വീണയിൽ അസൂയയും സങ്കടവും നിറച്ചു. രാത്രികളിൽ ഉറക്കം തീരെ വിട്ടുപോയി. തൻ്റെ സ്നേഹവും സാമീപ്യവും കുറഞ്ഞതുകൊണ്ടാണോ എല്ലാവരും തന്നിൽ നിന്ന് അകലുന്നത്? അതോ കരിയറിന് പിന്നാലെ ഓടിയപ്പോൾ തനിക്ക് തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു? ഈ വഞ്ചനയുടെയും നിഗൂഢതയുടെയും നടുവിൽ താൻ ഒറ്റപ്പെട്ടതായി അവൾക്ക് തോന്നി. ജാനകി പറഞ്ഞ ആ ഭയത്തിന്റെ പൊരുളറിയാൻ വീണ ഒരു തന്ത്രം മെനഞ്ഞു. ആരെങ്കിലും ഒരാളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യോടെ പിടികൂടണം. അടുത്ത ദിവസം രാത്രി സാധാരണ പോലെ വീണ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. ഇന്ന് രാത്രി വലിയൊരു സർജറി ഉണ്ട്, ഞാൻ വരാൻ പുലർച്ചെയാകും എന്നവൾ എല്ലാവരോടും പറഞ്ഞു. ജാനകിയുടെ മുഖത്ത് എപ്പോഴും ആ പഴയ ആകുലത വീണ കണ്ടു. ഗൗതം പതിവ് പോലെ ലാപ്ടോപ്പിൽ മുഴുകിയിരിക്കുകയായിരുന്നു. വീണ ബാഗും എടുത്ത് താഴേക്ക് പോയി. കാർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവൾ ഹോസ്പിറ്റലിലേക്ക് പോയില്ല. നഗരത്തിന്റെ തിരക്കിലൂടെ അവൾ കുറച്ചുനേരം വെറുതെ വണ്ടി ഓടിച്ചു. അവളുടെ ഉള്ളിൽ ആദ്യ പുകയുന്നുണ്ടായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ കാർ ഫ്ലാറ്റിന് അല്പം അകലെ പാർക്ക് ചെയ്ത് ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർകേസ് വഴി അവൾ 12ാം നിലയിലേക്ക് നടന്നു. ശ്വാസം അടക്കി പിടിച്ച് അവൾ തന്റെ ഫ്ലാറ്റിന്റെ വാതിലിന് മുന്നിലെത്തി. പുറത്തെ വെളിച്ചം അണഞ്ഞിരിക്കുന്നു. അവൾ തന്റെ കീ ഉപയോഗിച്ച് അതീവ ജാഗ്രതയോടെ വാതിൽ തുറന്നു. അകത്ത് വല്ലാത്തൊരു നിശബ്ദത.
ഗൗതമിന്റെ മുറിയിൽ വെളിച്ചമില്ല. ഗീതുവിന്റെ മുറിയിൽ നിന്ന് നേരത്തെ ഒരു ശബ്ദം കേൾക്കാം. വീണ പൂച്ചയെപ്പോലെ ശബ്ദമുണ്ടാക്കാതെ ഇടനാഴിയിലൂടെ നടന്നു. അവളുടെ ഹൃദയമിടിപ്പ് ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ജാനകി എവിടെയാണ്? ഗൗതം എവിടെയാണ്? തൻ്റെ വീട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ സത്യം എന്തായിരിക്കും? ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ വീണയുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും നിറഞ്ഞു. അവൾ ഗീതുവിൻ്റെ മുറിയുടെ വാതിലിനടുത്തെത്തി. വാതിൽ പൂർണ്ണമായും അടച്ചിരുന്നില്ല. ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം വീണയെ മരവിപ്പിച്ചു കളഞ്ഞു. അത് കേവലം ഒരു സംസാരമായിരുന്നില്ല, മറിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഏതോ ഒരു രഹസ്യത്തിന്റെ തുടക്കമായിരുന്നു. വീണ സാവധാനം വാതിൽ തള്ളി തുറന്നു. വാതിൽ തള്ളി തുറന്ന വീണ കണ്ട കാഴ്ച ഒരു ഡോക്ടർ എന്ന നിലയിലോ അമ്മ എന്ന നിലയിലോ വീണയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മുറിയിലെ വിളക്കുകൾ അണച്ചിരുന്നു. ടേബിൾ ലാമ്പിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ കണ്ടത് തന്റെ പ്രിയപ്പെട്ട മകൾ ഗീതുവിന്റെ രൗദ്രഭാവമാണ്. ഗീതു ജാനകിയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നു. ജാനകിയുടെ വസ്ത്രങ്ങൾ അലങ്കോലപ്പെട്ടിരിക്കുന്നു. മുഖത്ത് അടിയേറ്റ പാടുകൾ. ജാനകി കൈകൂപ്പി കരയുകയായിരുന്നു. എത്ര തവണ നിന്നോട് പറയണം എനിക്ക് ഭക്ഷണം വേണ്ട എന്ന്? നീ ആരാണ് എന്നെ ഭരിക്കാൻ? എൻ്റെ അമ്മയെപ്പോലെ അഭിനയിക്കരുത്. ഗീതുവിന്റെ ശബ്ദം വീണയെ കേട്ടിട്ടുള്ള ഒന്നായിരുന്നില്ല. അതിൽ ഒരു അപരിചിതമായ പരുക്കൻ സ്വഭാവമുണ്ടായിരുന്നു. ഗീതുവിന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കം വീണ കണ്ടു. അതൊരു ഭ്രാന്തമായ പകയായിരുന്നു. ഗീതു! വീണ അലറിക്കൊണ്ട് അവളെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഗീതുവിന്റെ കൈകളിൽ നിന്ന് ജാനകിയെ അവൾ ബലമായി പിടിച്ചു മാറ്റി. വീണയുടെ സാന്നിധ്യം ഗീതുവിനെ തണുപ്പിക്കുമെന്ന് അവൾ കരുതി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വീണയെ കണ്ടതും ഗീതുവിന്റെ ദേഷ്യം ഇരട്ടിച്ചു. അവൾ വീണയെ തള്ളിക്കൊണ്ട് പിന്നോട്ട് മാറി. നീ ആരാണ് ഇവിടെ വരാൻ? നീ എന്തിനാണ് ഇപ്പോൾ വന്നത്? ഗീതു അലറി. മോളെ, ഞാൻ നിന്റെ അമ്മയാണ്. നീ എന്താണ് ഈ കാണിക്കുന്നത്? ജാനകി എന്തിനാണ് നീ ഉപദ്രവിക്കുന്നത് മോളെ? വീണ വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ഗീതു വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ മേശപ്പുറത്തിരുന്ന പൂച്ചട്ടി തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. അമ്മയോ? എനിക്ക് അമ്മയില്ല. നീ വെറും ഒരു ഡോക്ടർ മാത്രമാണ്. നിനക്ക് നിന്റെ ഹോസ്പിറ്റലും പണവും പ്രശസ്തിയും മാത്രം മതി. എനിക്ക് ജാനകിയെ മതി. പക്ഷേ അവൾ എന്നെ അനുസരിക്കണം. അവൾ എൻ്റെ മാത്രം അമ്മയാകണം. ഗീതുവിൻ്റെ വാക്കുകൾ വീണയുടെ ഹൃദയത്തിൽ ഈയമുരുക്കി ഒഴിച്ചതുപോലെ തോന്നി. ജാനകി തറയിലിരുന്ന് ഏങ്ങിക്കരയുകയായിരുന്നു. വീണ ജാനകിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ വീണയുടെ കാലുകളിൽ വീണു. മേഡം, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇത് നിങ്ങളോട് എത്ര തവണ പറയാൻ വന്നു. പക്ഷേ മോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് നിങ്ങളോട് പറഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു മേഡം. മേഡം പോയി കഴിഞ്ഞാൽ മോൾ മറ്റൊരാളായി മാറും. ജാനകി പറഞ്ഞു നിർത്തിയ സത്യങ്ങൾ വീണയെ മരവിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായി ഗീതു ഈ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. വീണ രാത്രികളിൽ ജോലിക്ക് പോകുമ്പോൾ ഗീതുവിൻ്റെ ഉള്ളിലെ ഏകാന്തതയും അമ്മയോടുള്ള ദേഷ്യവും ഒരു തരം മാനസിക വിഭ്രാന്തിയായി മാറുകയായിരുന്നു. അവൾ ജാനകിയെ അമ്മയായി സങ്കല്പിക്കും. ജാനകി അവൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കണം, അവളുടെ കൂടെ കിടക്കണം, അവളെ തലോടണം. ജാനകി ഇതിന് തയ്യാറാകാതെ വരുമ്പോൾ ഗീതു അക്രമാസക്തയാവും. ജാനകിയെ ക്രൂരമായി ഉപദ്രവിക്കും. എന്നാൽ പിറ്റേന്ന് രാവിലെ ഒന്നും അറിയാത്തതുപോലെ പെരുമാറും. മാഡം, ചിലപ്പോൾ മോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയും. അമ്മ പോയല്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. പാവം തോന്നിയിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. പിന്നെ എനിക്ക് പേടിയുമായിരുന്നു. മോളുടെ ഈ അവസ്ഥ മേഡം അറിഞ്ഞാൽ മേഡം തകർന്നു പോകുമെന്ന് ഗൗതം സാറും പറഞ്ഞു. ജാനകിയുടെ വാക്കുകൾ വീണയുടെ ഉള്ളിൽ പുതിയൊരു ഞെട്ടലുണ്ടാക്കി. ഗൗതമിന് ഇതെല്ലാം അറിയാമായിരുന്നോ? വീണ ചോദിച്ചു. ജാനകി തലയാട്ടി. സാറിനെല്ലാം അറിയാം. സാറാണ് മോളെ ചികിത്സിക്കാൻ ആ ഡോക്ടറെ കൊണ്ടുവന്നത്. മേഡം, അന്ന് കണ്ട സ്ത്രീയുണ്ടല്ലോ, ഒരു സൈക്കോളജിസ്റ്റാണ്. നിങ്ങളെ അറിയിക്കാതെ മോളെ മാറ്റിയെടുക്കാൻ സാർ ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകരുതെന്ന് സാറിന് നിർബന്ധമുണ്ടായിരുന്നു. വീണ ഗീതുവിനെ നോക്കി. അവൾ മുറിയുടെ മൂലയിൽ തളർന്നിരുന്ന് കരയുകയാണ്. അവളുടെ മകൾ മാനസികമായി ഇത്രയേറെ തകർന്നിട്ടും താനൊന്നും അറിഞ്ഞില്ല. തലച്ചോറിലെ ശസ്ത്രക്രിയകൾ നടത്തി അനേകം പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന താൻ സ്വന്തം മകളുടെ മനസ്സിലെ മുറിവുകൾ കണ്ടില്ല. തൻ്റെ കരിയറും പ്രശസ്തിയും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് അവൾ അറിഞ്ഞു. താൻ സമ്പാദിച്ച പണത്തിനൊന്നും തൻ്റെ മകളുടെ ഈ ശൂന്യത നികത്താൻ കഴിയില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഞാനൊരു പരാജയമാണ്, വീണ സ്വയം മന്ത്രിച്ചു. അവൾ മെല്ലെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗീതു അവളെ നോക്കാതെ മുഖം തിരിച്ചു. ജാനകി അപ്പോഴും നിലത്തുനിന്ന് എഴുന്നേറ്റിരുന്നില്ല. ആ ഫ്ലൈറ്റിലെ ആഡംബരങ്ങൾക്കെല്ലാം ഇപ്പോൾ ശ്മശാനത്തിന്റെ മൂകതയായിരുന്നു. വീണയുടെ ഉള്ളിലെ അമ്മയും ഡോക്ടറും ഒരേ സമയം തകർന്നു പോയ രാത്രിയായിരുന്നു അത്. തൻ്റെ മകൾക്ക് വേണ്ടത് തൻ്റെ കുറിപ്പടികൾ അല്ല, മറിച്ച് തൻ്റെ സാമീപ്യമായിരുന്നു എന്ന് അവൾ വൈകി തിരിച്ചറിഞ്ഞു. ഓരോ തേങ്ങലിലും വീണയുടെ ഉള്ളിലെ കുറ്റബോധം അണപ്പൊട്ടി ഒഴുകി. അവളുടെ ലോകം സത്യത്തിൽ ഇപ്പോൾ മാത്രമാണ് അവൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടത്. ഗീതുവിൻ്റെ മുറിയിലെ ആ ഭീകരത അന്തരീക്ഷത്തിലേക്ക് ഗൗതം കടന്നു വന്നു.
കനത്ത മഴയിൽ നനഞ്ഞൊട്ടുന്ന വസ്ത്രങ്ങളുമായാണ് അയാൾ വന്നത്. അവിടെ വീണയെ കണ്ടപ്പോൾ ഗൗതമിന്റെ മുഖത്ത് ആശ്ചര്യം തോന്നിയില്ല. മറിച്ച് മാസങ്ങളായി താൻ തനിച്ച് ചുമലിലേറ്റിയ ഒരു വലിയ രഹസ്യം ആരോ പങ്കുവെക്കാൻ എത്തിയതിലെ ആശ്വാസമാണ്. തറയിൽ തകർന്നു കിടക്കുന്ന പൂച്ചട്ടിയും വിറങ്ങലിച്ചു നിൽക്കുന്ന ജാനകിയെയും മുക്കിലിരുന്ന് തേങ്ങുന്ന മകളെയും നോക്കി അയാൾ ഒരു നിമിഷം നിന്നു. പിന്നെ സാവധാനം വീണയുടെ അരികിലെത്തി അവളുടെ തോളിൽ കൈവച്ചു. വീണ, നമുക്ക് താഴേക്ക് പോകാം. ഗൗതമിന്റെ സ്വരം ശാന്തമായിരുന്നു. അയാൾ വീണയെ പതുക്കെ ലിവിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സോഫയിലിരുത്തി. വീണയുടെ കൈകൾ ഐസ് പോലെ തണുത്തിരുന്നു. ഗീതുവിന്റെ മുറിയിൽ ജാനകി മകളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജാനകിയെ ഉപദ്രവിച്ച മകൾ തന്നെ ഇപ്പോൾ ജാനകിയുടെ മടിയിൽ കിടന്ന് കരയുന്നത് കാണുമ്പോൾ വീണയ്ക്ക് അതൊരു അത്ഭുതമായി തോന്നി. നീ എന്തിനാണ് ഗൗതം എന്നോടെല്ലാം മറച്ചുവെച്ചത്? വീണയുടെ വാക്കുകൾ കരച്ചിലിനിടയിൽ മുറിഞ്ഞുപോയി. എന്റെ മകൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നീയെങ്കിലും എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നില്ലേ ഗൗതം? ഒരു ദീർഘനിശ്വാസമെടുത്ത് അയാൾ അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. വീണ, നീ എത്രത്തോളം സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ദിവസവും സങ്കീർണമായ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന നിനക്ക് വീട്ടിലെ ഈ പ്രശ്നങ്ങൾ കൂടി താങ്ങാൻ കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെട്ടു. നിന്റെ ഏകാഗ്രത തെറ്റിയാൽ അത് ഹോസ്പിറ്റലിലെ രോഗികളെ ബാധിക്കുമെന്ന് ഞാൻ കരുതി. കൗമാരപ്രായത്തിലെ ഹോർമോൺ മാറ്റങ്ങളും നിന്റെ അഭാവവും ഉണ്ടാക്കിയ ഏകാന്തതയും അവളെ വല്ലാതെ തളർത്തിയിരുന്നു. ഗൗതം തുടർന്നു. നീ കണ്ട ആ അപരിചിതയായ സ്ത്രീ ഒരു പ്രശസ്തയായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. നിന്നെ അറിയിക്കാതെ അവളെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. ജാനകിയെ ഉപദ്രവിക്കുമ്പോൾ അവൾ ബോധപൂർവമല്ലാതെ ചെയ്യുന്നത് നിന്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു തരം രോദനമാണ്. ജാനകിയെ അവൾ നിന്റെ സ്ഥാനത്ത് കാണാൻ ശ്രമിക്കുന്നു. പക്ഷേ ജാനകിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ നിരാശയാണ് ആക്രമണമായി മാറുന്നത്. വീണ മരവിച്ചിരുന്നു പോയി. താൻ പടുത്തുയർത്തിയ ആഡംബര ജീവിതം എത്രമാത്രം പൊള്ളയാണെന്ന് അവൾക്ക് ബോധ്യമായി. തലച്ചോറിലെ ഞരമ്പുകളെ കീറിമുറിച്ച് രോഗികളെ സുഖപ്പെടുത്തുന്ന താൻ സ്വന്തം മകളുടെ മനസ്സിന്റെ താളം തെറ്റിയത് അറിഞ്ഞില്ല. തന്റെ സ്നേഹത്തിന് പകരമായി താൻ നൽകിയത് വെറും പണവും സുഖസൗകര്യങ്ങളും മാത്രമായിരുന്നു. മക്കൾക്ക് വേണ്ടത് അമ്മ എന്ന ഐഡന്റിറ്റി അല്ല, മറിച്ച് അമ്മയുടെ ചൂടും സാമീപ്യവുമാണെന്ന് അവൾ വൈകി തിരിച്ചറിഞ്ഞു. ജാനകി, വീണ സാവധാനം മന്ത്രിച്ചു. അവൾ ഇതെല്ലാം സഹിക്കുകയായിരുന്നു. അതേ വീണ, ഗൗതം പറഞ്ഞു. ജാനകിയോട് നമുക്ക് ഒരിക്കലും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഗീതു അവൾക്ക് ശാരീരികമായി വേദന നൽകുമ്പോഴും ജാനകി പരാതി പറഞ്ഞില്ല. കുഞ്ഞല്ലേ സാർ, അവൾക്ക് അമ്മ അടുത്തില്ലാത്തതിന്റെ സങ്കടം തീർക്കുന്നതല്ലേ എന്നാണ് ജാനകി എന്നോട് പറഞ്ഞത്. അവളെ ഉപദ്രവിച്ച് ഗീതുവിനെ തന്നെ അവൾ വീണ്ടും നെഞ്ചോട് ചേർക്കും. ശരിക്കും പറഞ്ഞാൽ ജാനകി ഈ കുടുംബത്തിന് വേണ്ടി വലിയൊരു ത്യാഗമാണ് ചെയ്തത്. വീണയുടെ ഉള്ളിൽ അഹങ്കാരം പൂർണ്ണമായും അലിഞ്ഞു തീർന്നു. ജാനകിയെ കേവലം ഒരു വേലക്കാരിയായി മാത്രം കണ്ടെത്താൻ എത്രയോ ചെറുതാണെന്ന് അവൾക്ക് തോന്നി. ജാനകിയോടുള്ള ബഹുമാനം വീണയുടെ ഉള്ളിൽ നിറഞ്ഞൊഴുകി. അവൾ സാവധാനം എഴുന്നേറ്റ് ഗീതുവിന്റെ മുറിയിലേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച വീണയുടെ കണ്ണുകളെ വീണ്ടും ഈറനണിയിച്ചു. ജാനകി ഗീതുവിന്റെ മുറിവുകളിൽ മരുന്ന് പുരട്ടി കൊടുക്കുന്നു. ഗീതു ജാനകിയെ മുറുകെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. ജാനകി വീണയെ കണ്ടതും പേടിയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ വീണ ഓടിച്ചെന്ന് ജാനകിയുടെ കൈകൾ പിടിച്ചു. ജാനകി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെയും ഗൗതമിനെയും സംശയിച്ചു. നിനക്ക് ഇത്രയേറെ വേദന നൽകിയിട്ടും നീ ഈ വീടിനു വേണ്ടി നിലകൊണ്ടു. നീ ഒരു വലിയ മനുഷ്യനാണ്. വീണയുടെ വാക്കുകൾ കേട്ട് ജാനകി വിതുമ്പി. അയ്യോ മേഡം, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ഗീതുമോൾ എൻ്റെ കുഞ്ഞിനെ പോലെയാണ്. അവൾക്ക് അമ്മയുടെ സാമീപ്യം കുറയുമ്പോൾ വരുന്ന ദേഷ്യമാണ്. മേഡം അടുത്തുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ മാറും. രാത്രിയുടെ ആ യാമത്തിൽ വീണ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു. മകളുടെ മാനസിക ആരോഗ്യത്തെക്കാൾ വലുതല്ല ലോകത്തെ ഒരു പ്രശസ്തിയും പണവും. രാത്രി ഷിഫ്റ്റുകൾ താനിനി ഏറ്റെടുക്കുന്നില്ലെന്നും ക്ലിനിക്കിന്റെ സമയം ക്രമീകരിക്കുമെന്നും അവൾ ഉറപ്പിച്ചു. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ഒന്നല്ല തൻ്റെ മകൾക്ക് വേണ്ടത്, സ്നേഹം. ആ സ്നേഹം നൽകാൻ താൻ തന്നെ വേണം. ഗൗതം, നാളെ മുതൽ ഞാൻ മോളോടൊപ്പം ഉണ്ടാകും. എൻ്റെ രോഗികൾക്ക് എന്നെ വേണം, പക്ഷേ എൻ്റെ മകൾക്കും എന്നെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. വീണയുടെ വാക്കുകളിൽ ഒരു പുതിയ തീരുമാനമുണ്ടായിരുന്നു. ഗൗതം അവളെ ആശ്വാസത്തോടെ നോക്കി. വീണ ഗീതുവിന്റെ അരികിലിരുന്ന് അവളുടെ നെറ്റിയിൽ തലോടി. ഗീതു ഉറക്കത്തിൽ അമ്മ എന്ന് വിളിച്ചു. ആ വിളി വീണയുടെ ഉള്ളിൽ പുതിയൊരു ജീവൻ നൽകി. ലോകത്തിലെ ഏറ്റവും വലിയ ശസ്ത്രക്രിയ സ്വന്തം മകളുടെ മനസ്സിലെ മുറിവുകൾ ഉണക്കുക എന്നതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സ്നേഹം എന്ന മരുന്നിനോളം കരുത്തുള്ള മറ്റൊന്നുമില്ല. കുറ്റബോധത്തിന്റെ ഭാരം പതുക്കെ മാറി. സ്നേഹത്തിന്റെ കുളിർ ആ മുറിയിൽ നിറഞ്ഞു. ജനാലയ്ക്കപ്പുറം മഴ തോർന്നു തുടങ്ങിയിരുന്നു. പതുക്കെ മായുന്ന ഇരുട്ടിനെ പോലെ വീണയുടെ കുടുംബത്തിലെ നിഴലുകളും മാറുമെന്ന് അവൾക്ക് തോന്നി. ആ സംഭവബഹുലമായ രാത്രിക്ക് ശേഷമുള്ള ഓരോ പുലരിയും മീരയുടെ ജീവിതത്തിൽ പുതിയ അർത്ഥങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു.
12ാം നിലയിലെ ആ ഫ്ലാറ്റിൽ നിന്ന് പഴയ നിഗൂഢതയുടെയും സംശയത്തിന്റെയും നിഴലുകൾ പതുക്കെ മാഞ്ഞുപോയി. പകരം അവിടെ സ്നേഹത്തിന്റെ പുതിയ കിരണം ഉദിച്ചുയർന്നു. വീണയുടെ മുൻഗണനകൾ പാടെ മാറിമറിഞ്ഞു. ലോക പ്രശസ്തിയായ ന്യൂറോ സർജൻ എന്ന പദവിയേക്കാൾ തന്റെ മക്കളുടെ വിരൽത്തുമ്പിലെ സ്പർശനമായിരിക്കാൻ അവൾ കൂടുതൽ ആഗ്രഹിച്ചു. വീണ തന്റെ ജോലിസ്ഥലത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിലെ രാത്രി ഷിഫ്റ്റുകൾ അവൾ പൂർണ്ണമായും ഒഴിവാക്കി. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴികെ രാത്രികളിൽ അവൾ വീട്ടിലുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തി. അവളുടെ ക്ലിനിക്കിലെ സമയം ക്രമീകരിച്ചു. ആദ്യമൊക്കെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും സഹപ്രവർത്തകർക്കും ഇതൊക്കെ ഒരു അത്ഭുതമായിരുന്നു. കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചു. എന്നാൽ വീണയുടെ ഉള്ളിൽ മറുപടി വ്യക്തമായിരുന്നു. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ എനിക്ക് എന്റെ കുടുംബത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഗീതുവിന്റെ ചികിത്സയിൽ വീണ നേരിട്ട് പങ്കാളിയായി. സൈക്കോളജിസ്റ്റുമായി ചേർന്ന് ഗീതുവിന്റെ മനസ്സിനെ വീണ്ടും പഴയതുപോലെ ഊർജ്ജസ്വലമാക്കാൻ അവൾ പരിശ്രമിച്ചു. ഗീതുവിന്റെ മുറിയിലെ ആ മങ്ങിയ ടേബിൾ ലാമ്പിന് പകരം ജനലകൾ തുറന്നിട്ട് സൂര്യപ്രകാശം അകത്തേക്ക് കടക്കാൻ നേരെ അനുവദിച്ചു. വൈകുന്നേരങ്ങളിൽ ഗീതുവിനോടും സച്ചിനോടും ഒപ്പം പാർക്കിൽ പോകാനും അവർക്കൊപ്പം കളിക്കാനും അവൾ സമയം കണ്ടെത്തി. അമ്മയുടെ സാമീപ്യവും സ്നേഹവും ഗീതുവിന്റെ ബിഹേവിയർ ഡിസോർഡർ എന്ന അവസ്ഥയ്ക്ക് അത്ഭുതകരമായ മാറ്റമുണ്ടാക്കി. മരുന്നുകളെക്കാൾ വലുത് അമ്മയുടെ ആ ആലിംഗനത്തിന് നൽകാൻ കഴിയുമെന്ന് വീണ ഓരോ ദിവസവും തിരിച്ചറിഞ്ഞു. ഗീതുവിന്റെ കണ്ണുകളിലെ ആ പഴയ പ്രാന്തമായ തിളക്കം മാഞ്ഞുപോയി. പകരം അവിടെ സ്നേഹവും വിനയവും തിരികെ വന്നു. ജാനകിയോടുള്ള വീണയുടെ സമീപനം പൂർണ്ണമായി മാറി. ഒരിക്കൽ കേവലം ഒരു കൂലിക്കാരിയായി മാത്രം കണ്ടിരുന്ന ജാനകി ഇന്ന് ആ വീടിന്റെ കാവൽ മാലാകയാണെന്ന് വീണ വിശ്വസിക്കുന്നു. ജാനകിയുടെ ക്ഷമയും സഹിഷ്ണുതയുമാണ് തന്റെ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചതെന്ന് വീണ ഗൗതമിനോട് പലപ്പോഴും പറയാറുണ്ട്. ജാനകിയെ ഇനി ആ ഗ്രാമത്തിലേക്ക് മടക്കി അയക്കുക വീണയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അവൾ ജാനകിയോട് പറഞ്ഞു, ജാനകി, നിന്റെ മക്കൾ പാലക്കാട്ട് ഒറ്റയ്ക്ക് കഴിയേണ്ടി വരില്ല. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ ഫ്ലാറ്റിൽ എന്റെ മക്കൾക്കൊപ്പം അവരും വളരട്ടെ. ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു. വീണ വാക്കു വലിച്ചു. ജാനകിയുടെ 2 മക്കളെയും കൊച്ചിയിലെ മികച്ച സ്കൂളിൽ ചേർത്തു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ വലിയ വീട്ടിലൊരുക്കി. ജാനകിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ ജന്മമായിരുന്നു. ഗൗതമായുള്ള വീണയുടെ ബന്ധം കൂടുതൽ ദൃഢമായി. ആ വീട്ടിനുള്ളിൽ ഇപ്പോൾ അധികാരത്തിന്റെ വേർതിരിവുകൾ ഇല്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരിടം. നഗരത്തിന്റെ കോലാഹലങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിലും ആ 12ാം നിലയിലെ ഫ്ലാറ്റിൽ ഒരു സ്വർഗീയ അന്തരീക്ഷം ഉടലെടുത്തു. തന്റെ കരിയറിലെ നേട്ടങ്ങൾ തീരെ ഉപേക്ഷിച്ചില്ല. പക്ഷെ അവൾ തന്റെ മുൻഗണനകൾ പുനർനിർണയിച്ചു. നമുക്ക് ലോകത്തെ മുഴുവൻ കീഴടക്കാം, പക്ഷേ സ്വന്തം വീട്ടിനുള്ളിലെ ഹൃദയങ്ങളെ തോൽപ്പിച്ചുകൊണ്ടാകരുത്. അത് വീണ തന്റെ ജൂനിയർ ഡോക്ടർമാർക്ക് നൽകുന്ന ഉപദേശമായിരുന്നു. അത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിൽ, അമ്മയുടെ സാന്നിധ്യത്തിന് പകരം വയ്ക്കാൻ ഒരു പണത്തിനും പദവിക്കും കഴിയില്ലെന്ന് വലിയ സത്യം അവൾ അനുഭവിച്ചറിഞ്ഞു. കൊച്ചി നഗരം പഴയതുപോലെ തിരക്കിലാണ്. MG റോഡിലൂടെ വാഹനങ്ങൾ ഇപ്പോഴും ചുവപ്പും മഞ്ഞയും വെളിച്ചത്തിൽ വിതറി ഒഴുകുന്നു. പക്ഷേ ആ 12ാം നിലയിലെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിൽക്കുന്ന വീണയുടെ മുഖത്ത് ഇപ്പോൾ വലിയ ശാന്തതയുണ്ട്. അവൾക്ക് ചുറ്റും ഗീതുവും സച്ചിനും ജാനകിയുടെ കുട്ടികളും ഓടിക്കളിക്കുന്നു. അകത്ത് ഗൗതമും ജാനകിയും സംസാരിക്കുന്നു. ആ വീട് ഇപ്പോൾ ഇരുണ്ട നിഴലുകളില്ലാത്ത സ്നേഹത്തിന്റെ വറ്റാത്ത വെളിച്ചം നിറഞ്ഞൊഴുകുന്ന ഒരു പുണ്യസ്ഥലമാണ്. കഴിഞ്ഞുപോയ ആ കറുത്ത രാത്രികൾ വീണയെ പഠിപ്പിച്ചത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠമായിരുന്നു. സ്നേഹമാണ് ഏറ്റവും വലിയ മരുന്ന്. കുടുംബമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഒരു പുതിയ പുലരി അവൾക്കായി ഉദിച്ചുയർന്നിരിക്കുന്നു. ഇനി ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹത്തിന്റെ പുലരി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ്